ഹലോ ഹായ്. ഞാനിന്ന് ചെയ്ത നെയ്റ്റിയാണ് കേട്ടോ അത്. ഞാൻ രാവിലെ വന്നിട്ട് എനിക്ക് 2-3 നെയ്റ്റികൾ ചെയ്യാനുണ്ടായി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ അത്. അപ്പോൾ ചുരിദാർ മോഡലിൻ്റെ നെയ്റ്റിയാണ് ചെയ്യാനുണ്ടായത്. വേറെ അതിനകത്ത് നെക്കിലൊന്നും ചെയ്യാനുണ്ടായില്ല. വെറുതെ റൗണ്ട് നെക്ക് അടിച്ചിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ തന്നെയാണത്. 3 നെയ്റ്റി ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ സ്റ്റിച്ച് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ മടക്കി എടുത്ത് വയ്ക്കണം. വൈകിട്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നെക്കിൽ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തെടുത്തേക്കണം കേട്ടോ. രണ്ടാമത്തെ ചെയ്ത നെയ്റ്റി ഇതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഒരുപാടൊന്നും അറിയാൻ പാടില്ലെങ്കിലും നെയ്റ്റിയൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ചെയ്തെടുക്കാം കേട്ടോ. നെയ്റ്റി നമ്മുടെ കയ്യിൽ അളവ് നെയ്റ്റി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേറെ അളവുകളും ഒന്നും എടുക്കാതെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഇതൊക്കെ ഷോൾഡറും കൈയും ഒക്കെ കറക്റ്റായിട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്താൽ നെയ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാനൊന്നും ഒരു ഭാരമില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കണം നമുക്കത് തന്നെ താല്പര്യമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിക്കാനും പറ്റും. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ നെയ്റ്റിയും ചുരിദാറൊക്കെ അളവ് വച്ചിട്ട് അതുമ്മേ തന്നെ വരച്ച് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് നോക്കി കയറി കാണാം. സ്റ്റിച്ച് ചെയ്യാൻ ചെറുതായിട്ടൊക്കെ അറിയാവുന്നവരാണെങ്കിലും അതൊക്കെ നോക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തതൊരു സാരിയാണത്. ഇത് പ്ലെയിൻ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ട് അവർ സാരി ഫോള് വയ്ക്കാൻ പറഞ്ഞ് ചെയ്തത്. മുറിച്ചെടുത്ത് വെക്കണ പീസാണ് ഇത്. ഒരു അഡ്വക്കേറ്റിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് സാരി ഫോള് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളറ് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വന്നത് കോളറൊക്കെ വെച്ചിട്ട് പ്രിൻസസ് കട്ടിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ തന്നെയാക്കിയിട്ട്. അപ്പോൾ ടക്കൊക്കെ കൊടുത്ത് ചെയ്യണേലും നല്ല ഫിനിഷിങ്ങിൽ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്തെടുത്താലും. അപ്പോൾ സാധാ സാരി ബ്ലൗസ് പോലെ തന്നെ ഫ്രണ്ടിൽ ഓപ്പണാണ് ചെയ്തേക്കണം. അവർക്ക് ഫ്രണ്ട് ഓപ്പൺ തന്നെ മതി എന്ന് പറഞ്ഞു. പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ഓപ്പണാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ അവർക്ക് ഫ്രണ്ട് മതി എന്ന് പറഞ്ഞു, ഫ്രണ്ട് ഓപ്പൺ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കോളറൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നല്ല കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, ലൈക്ക് അടിക്കാം. അപ്പോൾ എൻ്റെ ചെറിയ ഈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോകളൊക്കെ കയറി കണ്ട് നിങ്ങൾ ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം. താങ്ക് യു.